സംസ്ഥാനത്ത് സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച കുട്ടികളുടെ സ്പൈൻ സ്കോളിയോസിസ് സർജറിക്കായി സർക്കാർ മേഖലയിൽ പുത്തൻ സംവിധാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഓർത്തോപീഡിക് വിഭാഗത്തിലാണ് സംവിധാനം ഒരുക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് സൗജന്യമായി ചെയ്തു നൽകുന്നത്. ശരീരത്തിലെ മസിലുകളെ ദുർബലപ്പെടുത്തുന്ന ജനിതക രോഗമാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. കുട്ടികളിലാണ് ഈ രോഗം പ്രധാനമായും കാണപ്പെടുന്നത്. കേരളത്തിൽ നിരവധി കുട്ടികളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സർക്കാർ മേഖലയിൽ ഇതിന് കൃത്യമായ ചികിത്സ നൽകാനുള്ള സംവിധാനമില്ലായിരുന്നു. എന്നാലിപ്പോൾ സർക്കാർ മേഖലയിലും SMA രോഗം ബാധിച്ച കുട്ടികളെ ചികിത്സിക്കുന്നതിനായുള്ള സ്പൈൻ സ്കോളിയോസിസ് സർജറിക്ക് പുതിയ സംവിധാനം ഒരുങ്ങുകയാണ്. ഇതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ഓപ്പറേഷൻ ടേബിൾ ഒരുക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സ്വകാര്യ ആശുപത്രിയിൽ 15 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ചികിത്സയാണിത്. നട്ടെല്ലിൻ്റെ വളവ് സർജറിയിലൂടെ നേരെയാക്കുന്നതാണ് സ്പൈൻ സ്കോളിയോസിസ് സർജറി. 8 മുതൽ 12 മണിക്കൂർ വരെ സമയമെടുക്കുന്ന അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണിത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലവിൽ 300ഓളം സ്പൈൻ സ്കോളിയോസിസ് സർജറികൾ നടത്തിയതിൻ്റെ അനുഭവപരിചയവുമായിട്ടാണ് പുതിയ സംരംഭത്തിലേക്ക് കടക്കുന്നത്. SMA ബാധിച്ച കുട്ടികൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ മാത്രം ചെയ്തിരുന്ന സർജറിയാണ് മെഡിക്കൽ കോളേജിലും യാഥാർത്ഥ്യമാകുന്നത്. NHM വഴി അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം അധികമായി ലഭിക്കും. SMA രോഗികളുടെ ചികിത്സയ്ക്കായി സർക്കാർ മേഖലയിൽ ആദ്യമായിട്ടാണ് സർക്കാർ SMA ക്ലിനിക് തിരുവനന്തപുരം SCAT ആശുപത്രിയിൽ ആരംഭിച്ചത്. SCAT ആശുപത്രി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അപൂർവ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് പട്ടികയിൽ അടുത്തിടെ ഉൾപ്പെടുത്തിയിരുന്നു. ഇതുകൂടാതെയാണ് SMA ബാധിച്ച കുട്ടികൾക്ക് സ്പൈൻ സ്കോളിയോസിസ് സർജറിക്ക് പുതിയ സംവിധാനം വരുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.